ഹലോ ഫ്രണ്ട്സ്, യൂറോപ്യൻ യാത്രയുടെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോകുന്നത് കൊളോണിലേക്കാണ്. ഇപ്പം നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. ലഗേജൊക്കെ ഇവിടെ വെച്ചിട്ട് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. ഇത് റെയിൻ റിവർ ആണ്. ഇവിടെ ഒത്തിരി ടൈപ്പ് ക്രൂയിസ് ട്രിപ്പ് ഉണ്ട്. അപ്പം ഞങ്ങൾ അതിലോട്ടൊന്ന് കയറാൻ പോവുകയാണ്. ജർമ്മൻ സംസ്ഥാനമായ നോർത്ത് റൈൻ വെസ്റ്റ്ഫാലിയയിലെ ഏറ്റവും വലിയ നഗരവും ഏറ്റവും ജനസംഖ്യയുമുള്ള 4ാമത്തെ നഗരമാണ് കൊളോൺ. രണ്ടാം ലോക മഹായുദ്ധത്തിനു മുമ്പ് ഈ ഒരു നഗരം ഫ്രഞ്ചുകാരുടെയും ബ്രിട്ടീഷുകാരുടെയും അധിനിവേശത്തിന് വിധേയമായിരുന്നു. 1815 മുതൽ ഈ ഒരു നഗരം പേർഷ്യയുടെ ഭാഗമായി. പിന്നീട് ലോകമഹായുദ്ധകാലത്ത് ജർമ്മനിയിൽ ഏറ്റവും കൂടുതൽ ബോംബാക്രമണം നടന്ന നഗരങ്ങളിൽ ഒന്നായിരുന്നു ഈ ഒരു കൊളോൺ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഈ കൊളോൺ എന്ന് പറയുന്നത്. ആ ദൂരത്ത് കാണുന്നത് ജർമ്മനിയിലെ തന്നെ പ്രസിദ്ധമായ കത്തീഡ്രൽ ആണ്. കൊളോൺ കത്തീഡ്രൽ ആണ് ആ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കൊളോൺ കത്തീഡ്രലില്ലേ, അതിനൊരു ചരിത്രമുണ്ട്. ലോകത്ത് ഇന്നും പണിതീരാത്ത നിഗൂഢത നിറഞ്ഞ കത്തീഡ്രലാണ് കൊളോൺ കത്തീഡ്രൽ. അതിന് പിശാചുമായിട്ട് ഒരു ഉടമ്പടിയുണ്ട്. അതിന്റെ ചരിത്രം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു കത്തീഡ്രൽ പണിയാനിരുന്ന ഒരു വാസ്തുശില്പി ഒരു ദിവസം ഒരു ചെകുത്താന്റെ കല്ലെന്ന നദിക്കരയിലുള്ള പാറയിലിരുന്ന് ഉറങ്ങിപ്പോയി. ഉണർന്നപ്പോൾ അപരിചിതനായ ഒരാൾ നദിക്കരയിൽ ഇരുന്നു കൊണ്ട് വടികൊണ്ട് എന്തോ വരയ്ക്കുന്നുണ്ടായിരുന്നു. മണലിൽ വരച്ച രേഖാചിത്രം കണ്ട് അയാൾ അത്ഭുതപ്പെട്ടു. അപ്പോൾ ആ ഒരു രേഖാചിത്രത്തിന് പകരമായി എന്താണ് വേണ്ടതെന്ന് വാസ്തുശില്പി ആ ഒരു അപരിചിതനോട് ചോദിച്ചു. തനിക്ക് തന്റെ ആത്മാവും ഭാര്യയുടെയും മകന്റെയും ആത്മാവ് വേണമെന്ന് പറഞ്ഞു. പൂവൻകോഴിക്ക് ഒരു പൂവൻകോഴിനെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ ഒരു പൂവൻകോഴിക്ക് 3 വയസ്സ് തികയുന്നത് വരെ കെട്ടിട നിർമ്മാണം പൂർത്തിയായില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാവിനെ സൂക്ഷിക്കാം. കത്തീഡ്രൽ 3 വർഷത്തിന് മുമ്പ് പൂർത്തിയാക്കാൻ പറ്റില്ലെന്ന് ഒരു വാസ്തുശില്പിക്ക് ഉറപ്പായിരുന്നു. കാരണം അത് അത്രയും ഭയങ്കരമായൊരു രേഖാചിത്രമായിരുന്നു. ഈ ഒരു വാസ്തുശില്പിയുടെ ഭാര്യ ഈ ഒരു കരാറിനെ കുറിച്ച് അറിഞ്ഞു. പിന്നീട് ആ ഒരു പിശാചിനെ നമുക്ക് എങ്ങനെ കബളിപ്പിക്കാമെന്ന് തീരുമാനിച്ചു. ഒരു ദിവസം ഭാര്യ കോഴി കൂവുന്നത് പോലെ പഠിക്കാൻ തുടങ്ങി. പിന്നീട് 3 വർഷത്തിന് ശേഷം ആ ഒരു കത്തീഡ്രലിന്റെ അവസാനത്തെ കല്ല് ഇടുന്നതിന് തൊട്ടു മുന്നേ തന്നെ ആ ഒരു പകല് തന്നെ ഈ ഒരു ഭാര്യ കോഴി കൂവുന്നത് പോലെ കൂവി. പക്ഷെ പിശാചിന് ഈ ഒരു കള്ളത്തരം തിരിച്ചറിഞ്ഞു. പിന്നീട് ഈ ഒരു രീതിയിൽ പിശാചിന്റെ ഉടമ്പടി നഷ്ടപ്പെടുത്തുകയും പിന്നീട് കത്തീഡ്രൽ നശിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല അവിടെ ശപിക്കുകയും ചെയ്തു. ഈ ഒരു കത്തീഡ്രൽ ഉണ്ടാക്കാൻ കഴിയുന്ന ആർക്കും അത് പൂർത്തിയാക്കാൻ കഴിയില്ല എന്നും, അഥവാ അത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ അവിടെ ലോകാവസാനമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ഒരു ശാപം കൊണ്ട് തന്നെ ഈ ഒരു അവസാനത്തെ കല്ലിടാൻ ആർക്കും ധൈര്യം വന്നിട്ടില്ല. ഇന്നും അത് നിഗൂഢത നിറഞ്ഞ പണിതീരാത്ത കത്തീഡ്രലായിട്ട് അത് ഇന്നും നിലനിൽക്കുന്നു. ഈ ഒരു ഏരിയയിൽ ഫുള്ള് തത്തകളാണ് കേട്ടോ. ഈ പറക്കുന്നത് ഫുള്ള് തത്തയാണ്. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് കൊളോണിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള കൊളോൺ ബ്രിഡ്ജിലാണ് കേട്ടോ. ഇവിടെ ഒത്തിരി ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള പൂട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. അതായത് ഒത്തിരി കമിതാക്കളും മറ്റും വന്ന് അവരുടെ പേരുകൾ ഈ പൂട്ടിൽ എഴുതിയിടും. എന്നിട്ട് അതിൻ്റെ കീയ് അവർ ഈ ഒരു പുഴയിൽ ഒഴുക്കിവിടും. അതിലൂടെ ഒരുപാട് നാൾ ഇവരുടെ റിലേഷൻ നിലനിൽക്കുമെന്നാണ് ഇവരുടെ വിശ്വാസം.
ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ഒരു കൊളോൺ കത്തീഡ്രൽ. നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കയറി നോക്കാം. ഈ ഒരു റെയിൻ റിവറിൻ്റെ തീരത്ത് തന്നെ ഒരു ഫോൾക്ക് ഫെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കൊളോണിലെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.